അതിൻ്റെ മോളെന്ത് പറഞ്ഞു? ആദ്യം തന്നെ പറഞ്ഞു ഇതല്ല ആളുടെ ഭാര്യയെന്ന്. ആദ്യൻ്റെ ഭാര്യ വന്നില്ല കല്യാണത്തിന്. ഇല്ല, ആദ്യത്തിനും കീർത്തിച്ചൻ ഡിവോഴ്സ് കൊടുത്തിരിക്കുക. ഈ സമയം അതും കൂടെ കേട്ടതും ദേവിൽ സമനില തെറ്റി. അവൻ ഉച്ചത്തിൽ അമ്മയെന്നലറി. ഈ സമയം മീരയോട് അങ്ങോട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞു വിമല ഫോൺ വെച്ച് ദേവിന് മുന്നിൽ ചെന്നു. നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കിടന്ന് അലറി വിളിക്കാൻ ഞാൻ ചത്തിട്ടില്ലെന്ന്. എൻ്റെ മുണ്ടെവിടെ? വിമല അവനെ നോക്കി. അവൻ്റെ കയ്യിൽ തന്നെ കുളിച്ചു മാറാനുള്ള മുണ്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് തന്നെ കിടന്ന് വിളിക്കുന്നത്. നിന്റെ കയ്യിലിരിക്കുന്ന പിന്നെ മുണ്ടല്ലേ, വേറെ വല്ലാണോ? അതെങ്ങനെ വന്ന് വെളിയിൽ പോയി ഇങ്ങനെ ഇരിക്കും? അത്രയും വിമല പറഞ്ഞു പോകുമ്പോൾ ദേവൻ ദേഷ്യത്തിൽ അകത്തേക്ക് പോയിരുന്നു. വിമല രാത്രിയിൽ തന്നെ രണ്ടും കൽപ്പിച്ച് മീരയോട് ദേവനും ജിതിനും തമ്മിലുണ്ടായ പ്രശ്നവും മീര ജിതിന് വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞൊക്കെ പറഞ്ഞു. മീരയ്ക്ക് ഹൃദയം നിലച്ച പോലെ തോന്നി. അവൾ കരഞ്ഞുച്ചത്തിൽ. വിമല അവളെ സമാധാനിപ്പിക്കാൻ നോക്കി. എന്നാൽ അവൾ കരഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കി. വിമല വിളിക്കുമ്പോൾ പിന്നെ മീരയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവരിൽ എന്തിനോ ഭയം തോന്നി. അവളോട് പറയണ്ടായിരുന്നു എന്നുവരെ തോന്നി. ഈ സമയം മീര ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ബാത്റൂമിൽ ഓടിക്കയറി. ഇത്രമാത്രം ദൈവം തന്നെ വെറുത്തിരുന്നു. തന്നെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ മാത്രം തൻ്റെ ദൈവത്തെ തന്നെ വെറുത്തിരിക്കുന്നു. അവളുടെ സമനില തെറ്റുന്ന പോലെ മുന്നിലെ ജീവിതം പോലും വ്യർത്ഥമെന്ന് തോന്നിയ നിമിഷം അവളുടെ കരങ്ങൾ ബാത്റൂമിൽ ഇരുന്ന ബ്ലഡിലുടക്കി. അവളുടെ മനസ്സും ശരീരവും അവളെ ചതിച്ച സമയം. അവളുടെ മരണം ഉറപ്പിച്ചുകൊണ്ട് കയ്യിലിരുന്നു കൊണ്ട് കരങ്ങളിൽ ആയത്തിലിറങ്ങി. ഈ സമയം മീര ബാത്റൂമിൽ കരഞ്ഞുകൊണ്ട് കയറിയത് മുതൽ തട്ടി വിളിക്കുവാണ് കല്ലും കുട്ടും. അവൾ ഡോർ തുറക്കില്ലെന്ന് കണ്ടതും വേഗത്തിൽ നന്ദൻ്റെ അടുത്ത് പോകാനും നന്ദനെ വിളിച്ച് വിമലെല്ലാം പറയുമ്പോൾ മീരയുടെ ഫോൺ ഓഫാണെന്ന് കൂടെ കേട്ടതും ഭയമേറി അവൻ സൂരജുമായി മീര താമസിക്കെടുത്ത് വരുമ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ നന്ദനെ വിളിക്കാൻ വന്ന കല്ലുവിനെയും കുട്ടുവിനെയും കണ്ടു. അവർ പേടിച്ചിട്ടുണ്ട്. ചിരിച്ച മീര ചേച്ചി ഡോർ തുറക്കുന്നില്ല പറഞ്ഞു തീർന്നതും അവർ ഇരുവനകത്തേക്ക് പാഞ്ഞു. നന്ദൻ മുന്നിലെ ബാത്റൂമിലെ ഡോർ ചവിട്ടി തുറക്കുമ്പോൾ തന്നെ കണ്ടു കൈത്തണ്ടിയിൽ നിന്നും രക്തമൊലിക്കുന്നതിനൊപ്പം കണ്ണുകൾ മറഞ്ഞ് നിലത്ത് വീഴാൻ പോകുന്ന മീരയെ. അവൻ വേഗം വന്ന് അവളെ താങ്ങി പിടിച്ചു. നന്ദ, നീ മീരയെ കൊണ്ടുവാ, ഞാൻ കാറെടുത്ത് വരാം. അതും പറഞ്ഞ് സൂരജ് ചങ്കിടപ്പോടെ പുറത്തേക്ക് പോയി. സൂരജിൻ്റെ കാറിൻ്റെ പിന്നിൽ മീരയെ കിടത്തുമ്പോൾ ഗോപികയും ഓടി വന്നു. നന്ദ, മീര എടുത്തി തൽക്കാലം കലുവിൻ്റെ കുട്ടിനെയും കൂടി അകത്തേക്ക് ചെല്ലും. പിന്നെ തൽക്കാലം ഇപ്പോൾ അച്ഛനോടും അമ്മയോടൊന്നും പറയാൻ നിൽക്കണ്ട. പിന്നെ ഇതോർത്താവും ടെൻഷന്. എന്തിനുണ്ടെങ്കിൽ വിളിക്കണം. നന്ദനും സൂരജും മീരയുമായി പോകുമ്പോൾ ഗോപിയെ ചുറ്റിപ്പിടിച്ച് കല്ലും കുട്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മേ, മീരേച്ചി. നമ്മുടെ മീരേച്ചിക്ക് ഒന്നും വരില്ല. അവർ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോടായി പറഞ്ഞു. മീര ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ തന്നെ വിമല മീര ഫോൺ എടുക്കില്ലെന്ന് പറഞ്ഞ് അനീഷിനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ അനീഷ് അഞ്ജുവിനെ കൂട്ടി അങ്ങോട്ടേക്ക് വന്നു. അനീഷ് ആ സമയം തന്നെ നന്ദനെ വിളിച്ചു. ഏറെ നേരം കഴിഞ്ഞ് നന്ദൻ ഫോൺ എടുക്കുമ്പോൾ മീര വെയിൻ കട്ട് ചെയ്തു എന്നും ഇപ്പോൾ അവളെയും കൊണ്ട് ഹോസ്പിറ്റലാണെന്നും പറഞ്ഞു. ഫോൺ കട്ടാക്കി അനീഷ് മുന്നിലേക്ക് നോക്കുമ്പോൾ മീരയെ പറ്റി അറിയാനായി വിമല അവനെ നോക്കി. നന്ദൻ നന്ദൻ എന്താ പറഞ്ഞ്? എൻ്റെ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? അനീഷ് മൗനമായി. അനീഷ്, എൻ്റെ മീര മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? മീര അത് പിന്നെ മീര വെയിൻ കട്ടാക്കി ഇപ്പോൾ ഹോസ്പിറ്റലാണ് പറഞ്ഞു തീർന്നതും ഒരു അലർച്ചയായിരുന്നു. ഈ സമയം അവിടേക്ക് വന്ന ദേവൻ കേട്ട വാർത്തയിൽ തന്നെ തറഞ്ഞു നിന്നു. അയ്യോ, എൻ്റെ മോള്, ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടല്ല എൻ്റെ മോള്. അവർക്ക് സഹിച്ചില്ല. അവർ കരഞ്ഞുകൊണ്ട് മുന്നിൽ നോക്കുമ്പോൾ ദേവൻ അവരിൽ കണ്ണീരിനൊപ്പം ദേഷ്യവും നുരഞ്ഞു പൊന്തി വന്നു. തൃപ്തിയാലോ നിനക്ക്? എൻ്റെ മോളെ കൊലക്ക് കൊടുത്തപ്പോൾ വിമല പറഞ്ഞു വന്ന് അവൻ്റെ കോളർ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു, അവള് വെയിൻ കട്ടാക്കിയതും ഞാൻ തമ്മിൽ എന്താണ് ബന്ധം? ഞാൻ പറഞ്ഞു അവളോട് വെയിൻ കട്ടാക്കാൻ. ദേവാ, ഇനിയും കണ്ണടിച്ചിരട്ടാക്കരുത്. നീയും ജിതിനും തമ്മിൽ ഉണ്ടാതറിഞ്ഞ മനോവിഷയത്തിലാണ് മീര ഇത് ചെയ്തത്. ജിതിനും ഞാനും തമ്മിലുണ്ടായത് സത്യമാണ്. ഞാനങ്ങനെ പറയുകയും ചെയ്തു. എന്നാൽ ഞാനങ്ങനെ പറയേണ്ട സാഹചര്യം ആരെങ്കിലും അന്വേഷിച്ചോ? പോട്ടെ, അറിയാൻ ശ്രമിച്ചോ? അതേപ്പറ്റി അന്വേഷിക്കാതെ അവൻ്റെ വാക്കിൽ അവളെ വിളിച്ചു പറഞ്ഞു കൊടുത്ത അമ്മയാണ്. അവളെ അടുത്തറിയുന്നവർ തന്നെ അവളുടെ ഈ കാര്യം പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അവൾ സ്വയം അവളെ ശിക്ഷിച്ചും പരാതി എനിക്കോ? അതെവിടെ ശരിയാവും? ശരിയാണ്, ഞാൻ പറഞ്ഞു എൻ്റെ മോളോട്. അതിന് കാരണം ഇനിയും നിന്നോർത്ത് നേറി അവളുടെ ജീവിതം കളരുന്നത് പറയാൻ വേണ്ടി തന്നെയായിരുന്നു. എന്നിട്ട് എന്തായി? അവൾ ഹോസ്പിറ്റലായില്ലേ? അത്രയും പറഞ്ഞ് ദേവൻ ആരെയും നോക്കാതെ അവിടെ നിന്ന് പോകുമ്പോൾ അവർ ഏവരും മീരയ്ക്കൊന്നും സംഭവിക്കരുത് എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു. മീരയ്ക്ക് ആയത്തിൽ മുറിവ് പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പേടിക്കല്ലെന്ന് ഡോക്ടർ പറയുമ്പോൾ ആശ്വാസം തന്നെയായിരുന്നു. ഗോപിക സൂരജ് തന്നെ വിളിച്ച് കാര്യം പറയുമ്പോഴായിരുന്നു അവൾക്കും സമാധാനമായത്. ഈ സമയം ജോയെ വിളിച്ച് ഗോപിയെ കാര്യം പറഞ്ഞു. ജോ അമ്മയെ നേരെ ആതിരെ വീട്ടിലാക്കി. ഒരിടം വരെ പോകുക, അതുവരെ അമ്മ ഇവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു പോകാനും അവൾക്ക് പിന്നാലെ വന്നുകൊണ്ട്
ആദി രാത്രി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. അതിന് കാരണം അവളുടെ മുഖത്ത് നിറഞ്ഞുന്ന ടെൻഷൻ തന്നെയായിരുന്നു. ജോയിൽ നിന്ന് മീരയുടെ അവസ്ഥ അറിഞ്ഞതും അവനും വരുന്നെന്ന് പറഞ്ഞു. ഒപ്പം ജോയുടെ സ്കൂട്ടിക്ക് പകരം ആദിയുടെ കാർ എടുത്ത് ജോയുമായി നേരെ മീര കിടക്കുന്ന ഹോസ്പിറ്റലിൽ ചെന്നു. ജോയും ആദ്യം വരുമ്പോൾ തന്നെ കണ്ടു മീര കിടത്തിയ റൂമിന് മുന്നിൽ തകർന്നൊരിടത്തിരിക്കുന്ന സൂരജിനും മറ്റൊരിടത്ത് മാറി നിൽക്കുന്ന നന്ദനെയും. നന്ദ, ഡോക്ടർ എന്ത് പറഞ്ഞു? കുഴപ്പമില്ല, 2 മണിക്കൂർ ഒബ്സർവേഷനിൽ കിടത്തുക, അത് കഴിഞ്ഞ് റൂമിൽ മാറ്റും, അപ്പോൾ എല്ലാവർക്കും കാണാമെന്നും. ഈ സമയം ഒരു സിസ്റ്റർ വന്നുകൊണ്ട് മീരയെ റൂമിൽ മാറ്റിയിട്ടുണ്ട്, കാണാനുള്ളവർക്ക് കയറി കാണാമെന്ന് തന്നെ പറഞ്ഞു. നന്ദനും സൂരജും ജോയും ആദ്യം വരുമ്പോൾ കണ്ടു ബെഡിൽ ചാരി ഇടത്തെ കയ്യിൽ കെട്ടോടെ ഇരിക്കുന്ന മീരയെ. കഴിഞ്ഞ കുറച്ച് മണിക്കൂർ കൊണ്ട് അവൾ ഒരുപാട് കോലം കെട്ടതുപോലെ തോന്നിയവർക്കും. ഈ സമയം മീര ആരെയും തലയുർത്തി നോക്കിയില്ല. എന്നാൽ നന്ദൻ അവൾക്കരികിൽ ചെന്ന് നിന്നുകൊണ്ട് മീര എന്ന് വിളിച്ചു. ആദ്യമേ അവൻ ഉണ്ടക്കണ്ണി എന്നുള്ള പദം മാറ്റി മീര എന്ന് വിളിച്ചു. അവൻ്റെ വിളിയിൽ അവളോടുള്ള വാത്സല്യം, സ്നേഹം, കരുതലും ഇല്ലെന്ന് കണ്ടതും തലയുർത്തി നോക്കി. എന്നാൽ ആ നിമിഷം തന്നെ നന്ദൻ്റെ കരങ്ങൾ മീരയുടെ കവിളിൽ പതിഞ്ഞു. നന്ദ, സൂരജ് വിളിച്ചു. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ജോ അവൾക്കരികിൽ വരാനും നന്ദൻ അവളെ തടഞ്ഞുകൊണ്ട് മീരയെ നോക്കി. അവൾ തലകുനിച്ചിരുന്ന് കരയാണ്. എന്നെ നോക്കടി, ഇല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയത് ഇരട്ടി ഞാൻ തരും. നന്ദൻ പറഞ്ഞതും അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. നീ ആർക്ക് വേണ്ടി ചാകാൻ തുനിഞ്ഞത്? നിന്നെ വേണ്ട തൊഴിലിന് വേണ്ടിയോ? പറ. അവൾ മൗനമായി. നിന്നെ ഞാനും ഈ നിൽക്കുന്ന സൂചേട്ടൻ ഞങ്ങളുടെ സ്വന്തം അനിയത്തിയല്ലടി കണ്ടത്. നിന്റെ സന്തോഷത്തിലും സങ്കടത്തിലും നിന്നെ പരിചയപ്പെട്ട ഈ ദിവസങ്ങളെല്ലാം ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നില്ലേ? എന്തിനേറെ ഈ ജോ പോലും. എന്നിട്ട് ഒറ്റ നിമിഷം കൊണ്ട് നിനക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ ചെയ്യാൻ? സഹിച്ചില്ല. ദൈവത്തിനെ ഇത്രയും വെറുത്തുപോയെന്ന് തോന്നി. നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? അവൻ്റെ മനസ്സ് മാറി നിന്നെ സ്നേഹിച്ച കൂടെ ഉണ്ടാവും എന്ന് തന്നെയല്ലേ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ മനസ്സിലായില്ലേ അവൻ ഒരിക്കലും മാറില്ലെന്ന്. കാരണം അവൻ്റെ മനസ്സിൽ നീയില്ല, നിനക്ക് പകരം മറ്റൊരുവളാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് വീണ്ടും അവന് പിന്നാലെ പോകുന്ന നീ ഒരു വിഡ്ഢിയാണ്. ഇന്നത്തോട് മനസ്സിലായില്ലേ അവൻ്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം? സ്വന്തം കൂട്ടുകാരൻ നിന്നെ വിട്ടുകൊടുക്കുന്ന പറഞ്ഞവൻ നാളെ നിന്നെ കൊണ്ടുപോയി വിളിക്കുന്ന ആര് കണ്ടു? ഈ സമയം നന്ദൻ ദേഷ്യത്തിൽ മുരണ്ടു. നന്ദേട്ട, കേൾക്കാൻ പാടില്ലാത്ത കേട്ടുപോലെ അവൾ അവനെ വിളിച്ചു. നീ അവനിൽ മാത്രം ചുറ്റപ്പെട്ടു പോകുന്ന കൊണ്ടാണ് നിന്നെ സ്നേഹിക്കുന്നതെന്ന് നീ അറിയാതെ പോകുന്നത്. അറിഞ്ഞിരുന്നെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. ഇനിയും തോന്നുന്നു അവനെ വേണമെന്ന്. അവൻ്റെ അമ്മ ഉൾപ്പെടെ അവനെ അറിയുന്നവർ പോലും നിന്നോട് അവനെ മറന്ന് ജീവിക്കാൻ പറയുമ്പോൾ നീ എന്തതും മനസ്സിലാക്കാത്തത്? നിന്നെ മനസ്സിലാക്കി അവൻ തിരിച്ചെന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്നത് സിനിമയല്ല, ജീവിതമാണ്. തെറ്റുപറ്റിപ്പോയി. ആ സമയത്ത് വിഷമത്തിൽ എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല. നിന്നെക്കാളും സങ്കടം, ദുഃഖം അനുഭവിക്കുന്നവർ ഈ ലോകത്തുണ്ട്. അതിന് ഉദാഹരണമാണ് നിന്റെ നിൽക്കുന്ന ജോ ചേച്ചി. എന്തേ അവളെനിക്ക് കെട്ടിക്കൂടെ പൊറപ്പിക്കാമായിരുന്നില്ലേ ഇതിനു മുമ്പ് തന്നെ? എന്നിട്ട് നമ്മുടെ വിവാഹം ഇത്രയും ലേറ്റായത് എന്താണെന്നറിയുമോ നിനക്ക്? അവളില്ലെന്ന് തലയാട്ടി. ജോയുടെ അച്ഛൻ മരിക്കുമ്പോൾ അവൾക്ക് 21 വയസ്സ്. അവൾക്ക് 2 അനിയത്തിമാരുണ്ട്. ഇവർ തമ്മിൽ അധികം പ്രായവ്യത്യാസം ഇല്ലായിരുന്നു. പഠിക്കുന്നതിനൊപ്പം ജോലിക്ക് പോയി തൻ്റെ വീടും അനിയത്തിമാരുടെയും പഠനം ഒറ്റയ്ക്ക് നോക്കിയവൾ. അവൾക്ക് കൈത്താങ്ങായി ഞാൻ ചെല്ലുമ്പോൾ വേണ്ട, ഞാൻ സ്വയം തൻ്റെ കുടുംബം നോക്കുമെന്ന് എന്നോട് പറഞ്ഞവൾ. എനിക്ക് ആദ്യമേ അവളുടെ ബഹുമാനം തോന്നി. സ്വന്തം അനിയത്തിമാരെ നന്നായി പഠിപ്പിച്ചു. അതിനൊപ്പം അവളും പഠിച്ച് ജോലി വാങ്ങി. തൻ്റെ 2 അനിയത്തിമാരെയും കെട്ടിച്ചു വിട്ടു. ഒപ്പം ജോലി ചെയ്തു. ആ ബാധ്യതകൾ തീർത്ത ശേഷമാണ് അവൾ എന്നോട് പറയുന്നത് ഇനി നമുക്ക് കല്യാണം കഴിക്കാമെന്ന്. ഇന്ന് അവൾക്ക് അമ്മ മാത്രമുണ്ട് തുണിയായി. 2 പെങ്ങന്മാരെ കിട്ടേണ്ടതൊക്കെ വാങ്ങി അവിടെ ജീവിതം നോക്കി പോയി. ഇന്ന് വരെ അവളെയോ അമ്മയോ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒറ്റയ്ക്കൊരു പെണ്ണായി അവളെല്ലാം സഹിച്ചു. എന്തേ അന്ന് അവൾക്ക് ആരെയും നോക്കാൻ എനിക്കാവില്ലെന്ന് വെച്ച് അവൾ ഇതുപോലെ എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ നിന്നോ? ഇല്ലല്ലോ. ഒറ്റയ്ക്ക് തന്നെ അവൾ അവളുടെ ജീവിതത്തിൽ പൊരുതിയെന്നുകൊണ്ട് ഇന്ന് കാണുന്ന ജോയിനെത്തിയില്ലേ? മീര ആ സമയം ജോയെ നോക്കി. ജോയുടെ ചുണ്ടിൽ ചിരിയുണ്ട്, എന്നാൽ ആ കണ്ണുകൾ നീർത്തിളക്കവുമുണ്ട്. നീ എന്താ കരുതി? നീ മരിച്ച സങ്കടത്തിലെ അവൻ മനംനൊന്ത് സങ്കടപ്പെട്ട് നടക്കുമെന്നല്ലോ? ഇല്ല, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. നിന്നെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞവനല്ലേ നീ മരിക്കാൻ നേരം നിന്നെ ഓർത്ത് സഹതാപിക്കാൻ പോകുന്നത്? നീ ഇന്ന് മരിച്ച കൂടി ഇന്ന് സ്നേഹിക്കുന്നവർക്ക് മാത്രം വിഷമമുണ്ടാവും എന്ന് കരുതി എല്ലാ കാലത്തും നിന്റെ വേർപാട് ഓർത്ത് ആരും ജീവിക്കില്ല. ഒരു 6 മാസം എല്ലാവരിലും ഒരു സങ്കടം കാണും. അത് കഴിഞ്ഞ് അവരൊക്കെ അവരുടെ വഴിക്കും ജീവിക്കാൻ തുടങ്ങും. പിന്നെ നിന്നെ ഓർക്കും. എപ്പോഴെന്നല്ലേ? നീ മരിച്ചു പോയ ദിവസം, അന്ന് മാത്രം നിന്നെ ഓർക്കും. അല്ലാതെ ആരും ഓർക്കാൻ പോകുന്നില്ല. ജീവിതം മുന്നിൽ ഒന്നേ ഉള്ളൂ. അത് സ്വയം നശിച്ച് കളയാതെ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കണോ, അത് നമ്മളെ വേണ്ടാത്തവരെ ഓർത്ത് ജീവിക്കണമെന്ന് നീ തന്നെ തീരുമാനിക്കും. എന്നിട്ട് ഇനി നിന്നോട് ഞാൻ മിണ്ടുന്നുള്ളൂ. കാരണം നിനക്ക് ഞങ്ങൾ ഒന്നും ആരുമില്ല. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത്.
അത്രയും പറഞ്ഞ് നന്ദൻ പോകാനും അവൾ നന്ദനെ കരങ്ങളിൽ പിടിച്ചു. നന്ദൻ അവളിൽ നോക്കി കരയുകയാണ് മീര. അവൾ നന്ദന്റെ കാൽക്കൽ വീണു. നന്ദൻ ഉൾപ്പെടെ സൂരജും ജോയും ആദ്യം അമ്പരപ്പോടെ നോക്കിപ്പോയി. സോറി ഏട്ടാ, എന്നോട് പിണങ്ങി മാത്രം ഇരിക്കല്ലേ. വിമലമ്മ കഴിഞ്ഞ പിന്നെ എനിക്കെന്ത് പറയാൻ നന്ദേട്ടനും എല്ലാവരെയും ഉള്ളൂ. എന്നോട് മിണ്ടാതിരുന്ന് ചങ്ക് നീറി പോകുന്ന പോലെ തോന്നുന്നു. ഞാൻ ഇനി ദേവട്ടന്റെ ജീവിതത്തിൽ ഒരു അവകാശം പറഞ്ഞു ചെല്ലില്ല. ദേവട്ടനെ ആഗ്രഹിക്കുന്ന പോലെ ദേവട്ടന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു പോകാൻ തയ്യാറാണ്. എനിക്ക് വലുത് എന്നെ സ്നേഹിക്കുന്നവർ തന്നെയാണ്, ഞാനത് മനസ്സിലാക്കുന്നു. പക്ഷെ വിമലമ്മ, അമ്മ എനിക്ക് വേണം. ദേവട്ടനുമായി ബന്ധം പിരിഞ്ഞാലും എനിക്ക് അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല. അമ്മയെ ഞാൻ വിളിക്കും, പോയി കാണും. അതിന് മാത്രം എന്നെ വേണ്ടെന്ന് പറഞ്ഞേക്കില്ല ദേവട്ട. അവളുടെ കണ്ണുനീർ നന്ദന്റെ കാലുകൾ വീണു പൊള്ളിച്ചു. അവൻ അവളെ താഴ്ന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് ദേവൻ അവൻ വേണ്ട. ഇപ്പൊ നീ പറഞ്ഞ പോലെ തന്നെ മുന്നോട്ട് അവനില്ലാതെ ജീവിക്കണം. അഥവാ നിനക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഒരു കൂട്ട് വേണം തോന്നിയാൽ ഞങ്ങൾ കണ്ടെത്തി തരും. നിന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരുവനെ, അല്ലാതെ നിന്നെ വേണ്ടാത്ത ദേവനെയല്ല നിനക്ക് വേണ്ടത്. പിന്നെ വിമലമ്മ, അവർ നിന്നെ ദേവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. ഒരിക്കലും അമ്മയെ കാണരുത്, ഒരിക്കലും അമ്മയെ കാണരുത് വിളിക്കരുതെന്ന് ഞാൻ പറയില്ല. ആ അമ്മയ്ക്കാകെ നീയാണ് ആശ്വാസം. അതുകൊണ്ട് അവധി കിട്ടുമ്പോൾ ഒക്കെ അമ്മയുടെ കൂടെ ചെന്ന് നിൽക്കാം. അനീഷേട്ടാ, ആ നന്ദ, എനിക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ? ഇവിടെ അമ്മ തറഞ്ഞ നേരം തൊട്ട് കരച്ചിൽ തുടങ്ങിയതാണ്. അനീഷേട്ട അമ്മയുടെ നിന്ന് ഫോൺ കൊടുക്കൂ, ഞാൻ സംസാരിക്കാം. ഈ സമയം തളർന്ന് കിടക്കുന്ന വിമലയ്ക്കരികിൽ വന്നു അനീഷ് വിളിച്ചു. അവർ അവനെ അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ നോക്കി. നന്ദനാണ് അമ്മയോട് സംസാരിക്കണമെന്ന്. അത് കേട്ടതും അവർ ബെഡിൽ നിന്നും വേഗം എഴുന്നേറ്റ് ഫോൺ വാങ്ങി ചെവിയോട് ചേർത്ത് വെച്ചു. നന്ദ മോനെ, എൻ്റെ മോള്, അവർ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. അമ്മ ഇങ്ങനെ കരയാൻ മാത്രമൊന്നും ഉണ്ടായിട്ടില്ല. സംഭവം നടന്നാൽ തന്നെ ഞാനും ഏട്ടനും അവിടെ ചെന്നിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ കണ്ട വീട്ടിലേക്ക് പോകാൻ ഞങ്ങൾക്ക്. പിന്നെ അമ്മയുടെ മോൾക്ക് ഒരു തല്ലിൻ്റെ കുറവുണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്തതും ആളിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. മോൾക്ക് കൊടുക്കാവോ നന്ദ ഫോണ്? അവിടെ ശബ്ദം കേൾക്കാതെ എനിക്ക് പറ്റുന്നില്ല. നന്ദ മീരയ്ക്ക് നേരെ ഫോൺ നീട്ടിക്കൊണ്ട് പറഞ്ഞു. നിന്റെ അമ്മയാണ്, സംസാരിക്കും. ഹലോ അമ്മ, എന്നാലും എൻ്റെ മോള്, എനിക്കെങ്ങനെ തോന്നി ഇങ്ങനെ ചെയ്യാൻ? ആ സമയം നീ ഞങ്ങളെപ്പറ്റി ഓർക്കാത്ത എന്താ? പെട്ടെന്ന് കേട്ടപ്പോൾ മനസ്സ് കൈവിട്ടതുപോലെ തോന്നി. അതാ ഞാൻ ആ സമയം വേറെ ആരും ഓർത്തില്ല, ഓർക്കാൻ കഴിഞ്ഞില്ല. ഇനി ഇങ്ങനെയുള്ള മണ്ടത്തരം ചെയ്യില്ല മോളെ. ഇല്ല അമ്മ, ഇനി ഞാൻ അമ്മയുടെ മോനെ ശല്യം ചെയ്യില്ല ഒരിക്കലും. ദൈവത്തിനെ ആഗ്രഹിച്ച ഡിവോഴ്സ് അത് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞേക്ക്. അപ്പോൾ അവനുമായി ബന്ധം പിരിഞ്ഞ മോളെ അമ്മയെ വേണ്ടെന്ന് വെച്ച് പോകുമോ? അതിനെനിക്ക് കഴിയുന്ന തോന്നുന്നുണ്ടോ? എല്ലാ ലീവിനും അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കും ഞാൻ. എനിക്ക് അവിടെ സ്വന്തം എന്ന് പറയാൻ എൻ്റെ അമ്മയും അനീഷേട്ടനും 5 ചേച്ചി മാൾട്ടി എൻ്റെ കുറച്ച് അനിയന്മാരും അനിത്യന്മാരെല്ലാം ഉള്ളൂ. അതിലെന്നെ ചേർത്ത് കൂടുതൽ പിടിക്കുന്ന എൻ്റെ അമ്മയല്ലേ. അപ്പം ഞാൻ വരാതിരിക്കുമോ? എനിക്ക് വരാതിരിക്കാൻ കഴിയും എൻ്റെ അമ്മയ്ക്കടുത്തേക്ക് എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? മോളെന്നാ വരുന്നേ? എനിക്ക് കാണാൻ തോന്നുക. അടുത്ത ആഴ്ച ഞാൻ അവിടെ ഉണ്ടാവും അമ്മേ. അപ്പോൾ ഞാൻ വന്നിട്ട് 1 മാസമാവും. 3 ദിവസത്തെ ലീവ് എടുത്ത് ഞാൻ വരുന്നുണ്ട്. വീട്ടിലെത്തിയിട്ട് അമ്മയെ വിളിക്കണേ. വിളിക്കാം. വിമല ഫോൺ കട്ടാക്കി അനീഷിനെ നോക്കി.